ഓൻ്റെ ചെങ്ങന്മാരെ ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂര ഉപതെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞതിന് ശേഷമേ എൻ്റെ വാട്സാപ്പ്, എൻ്റെ യൂട്യൂബ്, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് എവിടെയൊക്കെ മെസ്സേജ് അയക്കാൻ പറ്റുമോ അവിടെയൊക്കെ എൻ്റെ വാട്സാപ്പിൽ എൻ്റെ 2 വാട്സാപ്പ് നമ്പറുണ്ട്. ആ 2 വാട്സാപ്പ് നമ്പറിൽ പിന്നെ അങ്ങോട്ട് എൻ്റെ യൂട്യൂബിൽ, എൻ്റെ ഇൻസ്റ്റഗ്രാം ID-യിൽ എനിക്ക് എവിടെയൊക്കെ എനിക്ക് ഗ്യാപ്പുണ്ടോ അവിടെയൊക്കെ ഫോണ് പിന്നെ എടുക്കാത്തത് കൊണ്ട് അതിൻ്റെതായ ചൊറകളില്ല. തെറിയോട് തെറി. സത്യം പറഞ്ഞാൽ ഇത് UDF-ൻ്റെ പ്രവർത്തകരാട്ടോ. മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരും കോൺഗ്രസിൻ്റെ ആൾക്കാരും പിന്നെ മറ്റ് പാർട്ടിക്കാരൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും വല്ലാതെ തൊയ്രം കെടുത്തിയിട്ടില്ല. ഈ പല തൊയ്രക്കേട് ഇവിടെ തൊയ്രക്കൂട് അനാവശ്യമില്ലാതെ ഇവർ പറയണില്ല. സത്യം പറയാലോ, ഇവലൊക്കെ പാർട്ടി ഓഫീസിൽ നിന്ന് എന്ത് ഈ പഠിപ്പിച്ചു വിട്ടിക്കണേ. അത്രത്തോനെ തെറിയ ഇവർ പറയണ കേട്ടോ. പെരുന്തറി, തെറിയോട് തെറി പറഞ്ഞുകൊണ്ട് നിൽക്കുക. എന്താ ഇപ്പോൾ കാട്ടണത്? എന്താ പോലെ കൊണ്ട് കാട്ടുക? ഓലെ പാർട്ടി ഓഫീസിൽ നിന്ന് എനിക്ക് കൊണ്ട് KPCC ഓഫീസിൽ നിന്നും മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ നിന്നൊക്കെ ഇങ്ങനത്തെ പച്ചത്തെറികളാണോ പഠിപ്പിച്ചു കൂട്ടുന്നത് അണികൾക്ക്? എന്താണ് ചെങ്ങന്മാരെ, എന്തൊരു തെറിയങ്ങളൊക്കെ വിളിക്കണേ.